രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ് എന്ന വാക്കത്തോണിൻ്റെ 12ാമത്തെ ജില്ലയാണ് കോട്ടയം എന്ന് പറയുന്നത്. ഇനി 2 ജില്ലകൾ കൂടി മാത്രമാണ് ഉള്ളത്. രാവിലെ 6:30 തുടങ്ങിയ യാത്രയാണ്, നടത്തമാണ്. അതിപ്പോൾ സമാപന സ്ഥലമായിട്ടുള്ള ഗാന്ധി സ്ക്വയറിലേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയുണ്ട്, പ്രധാനപ്പെട്ട UDF നേതാക്കളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാമുണ്ട്. കോട്ടയം ഫ്രാൻസിസ് ജോർജ് ഉണ്ട്, കോട്ടയത്തെ MLA-മാരൊക്കെ തന്നെ ഉണ്ട്. 12ാമത്തെ ജില്ലയാണ്. എങ്ങനെയുണ്ട്? 12ാമത്തെ ജില്ലയാണ്. വളരെ ഉത്സാഹം തോന്നുന്നു. ജനങ്ങളെല്ലാം അണിനിരക്കുകയാണ്. ഇതിനകത്ത് ഒരു വ്യത്യാസവുമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസം പോലുമില്ലാതെ ജനങ്ങൾ ഒരുമിച്ച് അണിനിരക്കുന്നു. ഈ വിപത്തിനെ അവസാനിപ്പിക്കണം. കേരളം ഒരു കൊളംബിയയാകാൻ പാടില്ല, പഞ്ചാബാകാൻ പാടില്ല. നമ്മുടെ കുട്ടികളെ, പുതിയ തലമുറയെ ലഹരിയിൽ നിന്ന് മോചിതമാക്കാനുള്ള ഒരു വലിയ ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ കാലം കോട്ടയത്തിന് MP ആയിരുന്ന ആളാണ്. ഇവിടെ വരുന്ന സമയത്ത് എങ്ങനെയാണ് തോന്നുന്നത്? വലിയ സന്തോഷമുണ്ട്. കോട്ടയത്തെ തെരുവീതികളിൽ നടക്കുമ്പോൾ പഴയ ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വരികയാണ്. പുതിയ MP ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും ഇത് വലിയൊരു പോരാട്ടമാണ്. കേരളത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ഞാൻ പറയും മാനവരാശിക്ക് മുഴുവൻ വേണ്ടി. ഇത് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ്. യുദ്ധത്തെക്കാൾ വലിയൊരു കെടുതിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബോധവൽക്കരണം എന്ന് പറയുന്നത് യുവജനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതിനാണ് അദ്ദേഹം നേരിട്ട് നേതൃത്വം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വലിയൊരു സന്ദേശം കേരളമൊട്ടാകെ, രാജ്യമൊട്ടാകെ, ലോകമൊട്ടാകെ നൽകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജില്ലയിലെ പ്രധാനപ്പെട്ട MLA-മാരൊക്കെ തന്നെയുണ്ട്. മോൻസ് ജോസഫ് ഉണ്ട്, ചാണ്ടി ഉമ്മനുണ്ട്. ചാണ്ടി, എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും വലിയൊരു മുന്നേറ്റമായി ഇന്നത്തെ യാത്ര മാറിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് എല്ലാ അഭിവാദ്യങ്ങളും. ഇത്ര വലിയൊരു മിഷൻ അദ്ദേഹം ഏറ്റെടുത്ത് കേരളത്തെ രക്ഷിക്കുവാൻ, രാജ്യത്തെ രക്ഷിക്കാൻ നടത്തുന്ന അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും. മോൻസ് ജോസഫ് MLA ഇവിടെ നമുക്ക് വിചാരിക്കുകയാണ്. വലിയൊരു ദൗത്യമാണ്. കേരളമൊട്ടാകെ ഏറ്റവും ആശങ്കയുടെ നോക്കിക്കാണുന്ന ലഹരിക്കെതിരെ അക്ഷരനഗരി ഇത്രയും ശക്തമായൊരു പ്രതിഷേധവും പ്രതികരണവും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടത്തുമ്പോൾ മുഴുവൻ ജനപ്രതിനിധികളും നാടൊന്നാകെ അദ്ദേഹത്തിന് ഇവിടെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അതിലും നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ഈ ജാഥയ്ക്കൊപ്പമുണ്ട്. പ്രത്യേകിച്ച് അവിടെ തുടങ്ങിയ ഗാന്ധി സ്ക്വയറിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ ജാഥ എന്ന് പറയുന്നത്, വാക്കത്തോൺ എന്ന് പറയുന്നത് തുടങ്ങിയത് ഗാന്ധി സ്ക്വയറിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ചർച്ചിന്റെ ഭാഗത്തു നിന്നാണ് തുടങ്ങിയത്. ആ യാത്ര ഇപ്പോൾ സമാപന സ്ഥലമായിട്ടുള്ള ഗാന്ധി സ്ക്വയറിലേക്ക് എത്തിയിരിക്കുന്നു. ദൃശ്യങ്ങൾ കാണാം. ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. KC ജോസഫ് ഉണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജോസഫ് വാഴക്കനുണ്ട്. 2 MP-മാർ, പത്തനംതിട്ട MP ആയിട്ടുള്ള ആന്റണി ഉണ്ട്, അതുപോലെ ഫ്രാൻസിസ് ജോർജ് ഉണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ട്. അങ്ങനെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ അണിനിരത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു യാത്ര ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. 12 ജില്ലകൾ ഈ യാത്ര പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി 2 ജില്ലകൾ കൂടി മാത്രമാണ് എത്താനുള്ളത്. ഷിനോ ജസ്റ്റിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്, ലഹരിക്കെതിരെയുള്ള വാക്കത്തോണാണ് ഇപ്പോൾ കോട്ടയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ജില്ലകളിലൂടെ കടന്ന് ഇപ്പോൾ കോട്ടയത്തും അദ്ദേഹം എത്തി നിൽക്കുകയാണ്.